രാഹുൽ ഗാന്ധിയുടെ വരവിനെ 20 മണ്ഡലങ്ങളിലും ഇതിന്റെ പ്രതിഫലനമുണ്ടാകും. കോൺഗ്രസ് ഈ 20 മണ്ഡലങ്ങളിലും അനായാസം ജയിച്ചു കയറാനുള്ള സാഹചര്യം രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരുക്കുമെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ആത്മവിശ്വാസം വേണോ ഈ കാര്യത്തിൽ? വയനാട് എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലമാണ്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലമാകുമ്പോൾ അത് വിട്ട് കുറച്ചുകൂടി മത്സര സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് മാറി ആ മത്സരം കൊഴുപ്പിക്കുക, ആ രീതിയിൽ വേണ്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന ആക്ഷേപവും ഒരു തരത്തിൽ ഉയരുന്നുണ്ട്. തീർച്ചയായും രഞ്ജിത്ത്, ഈ രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് ഊർജ്ജം പകരും. കോൺഗ്രസിൻ്റെ മറ്റ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് ഊർജ്ജം പകരും. വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയെ നേരത്തെ വിഷ്ണുനാഥ് നമ്മളെ ഈ ചർച്ചയിൽ സംസാരിച്ചതുപോലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാണ് രാഹുൽ ഗാന്ധി ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നു, രാഹുൽ ഗാന്ധിയെ കിട്ടുന്നു. തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടാക്കുന്ന പ്രചരണം ഉണ്ടാകും, വലിയ ആവേശമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാകും ഇത്. പക്ഷേ 20 സീറ്റും നേടാനാകും എന്നുള്ളതെല്ലാം അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. അങ്ങനെ ഒരു വലിയ ഒരു വൈറ്റ് വാഷിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. അത്ര എളുപ്പവുമല്ല. കേരളത്തിലെ ഓരോ മണ്ഡലത്തിനും അതിൻ്റേതായ സ്വാധീനവും അതിൻ്റേതായ രാഷ്ട്രീയവുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വടക്കേന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലുള്ള ഒരു വലിയ ഒരു കുത്തൊഴുക്ക് നമ്മൾക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. അങ്ങനെ ഇപ്പോൾ അത് പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. പക്ഷേ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ വയനാട്ടിലായിരുന്നു മത്സരിക്കേണ്ടതെന്ന ചോദ്യം വരുന്ന ദിവസങ്ങളിൽ സജീവമായി ഉയരുന്ന നേരത്തെ സംശയമില്ല. ആരാണ് കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു എന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു BJP ആണ് എന്ന് ദേശീയതലത്തിൽ പാർട്ടി പറയുമ്പോൾ BJP ആണ്, അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മത്സരിക്കേണ്ടിയിരുന്നത് കേരളത്തിലല്ല കർണാടകത്തിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, KPCC നേതാക്കൾ പരസ്പരം മത്സരിക്കുകയാണ്. വയനാട്ടിലേക്ക് ഞങ്ങളാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് കൊണ്ടുവന്നത്, KPCCയുടെ അഭ്യർത്ഥന അദ്ദേഹം അംഗീകരിച്ചു, ഞങ്ങൾ അങ്ങോട്ട് വെച്ചത് ഒരു അഭ്യർത്ഥന രാഹുൽ ഗാന്ധി അംഗീകരിച്ച് ഇങ്ങോട്ട് വന്ന് മത്സരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള ഒരു സംശയം ബാക്കിയാവുന്നു. അതിനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. വയനാട് സീറ്റിന് വേണ്ടി എത്രമാത്രം വലിയ ഒരു പോരാട്ടമാണ് ഇവിടെ ഗ്രൂപ്പുകൾ നടത്തിയതെന്ന്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നേരിട്ട് ഏറ്റുമുട്ടി വയനാടിന് വേണ്ടി. KC വേണുഗോപാൽ ഇതിൽ ഇടപെട്ടു. വയനാട് സീറ്റിന് അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ളവർക്ക് വേണം വയനാട് സീറ്റ് എന്നതിലുള്ള തർക്കമുണ്ടായി. ഒടുവിൽ KPCC അധ്യക്ഷൻ്റെ ഡൽഹിയിലെ വീട്ടിൽ നടന്ന ചർച്ചയിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇറങ്ങിപ്പോകേണ്ടി വരെ വന്നു. വയനാട് സീറ്റ് A ഗ്രൂപ്പിൻ്റെ സീറ്റായിരുന്നു വയനാട്, അത് A ഗ്രൂപ്പിന് വിട്ടുകൊടുക്കേണ്ടി വന്നതിൽ, സിദ്ദിഖിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്നതിൽ പ്രതിഷേധിച്ച് രമേശ് ചെന്നിത്തല ഇറങ്ങിപ്പോകുക വരെ ചെയ്തു. മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി നടത്തിയ ചർച്ചയിൽ ഉമ്മൻചാണ്ടി അത്ര വലിയ നിലപാടെടുത്തു. അങ്ങനെയാണ് സിദ്ദിഖ് അവിടെ സ്ഥാനാർത്ഥിയായതും. ഈ KPCC ഒരു മാസം മുമ്പ് അങ്ങോട്ട് അഭ്യർത്ഥിച്ചതാണ് രാഹുൽ ഗാന്ധിയോട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം വലിയൊരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്കൊന്നും പോകേണ്ടിരുന്നു. അങ്ങനെ അല്ലാതെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു നേട്ടം കോൺഗ്രസിന് ഉണ്ടാകാൻ സാധിക്കുമായിരുന്നു. അതൊന്ന്. ബീഹാറിലെ ഒരു പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ് തത്സമയം. इस लाइन का नाम होगा मिनिमम आमदनी लाइन. समझ गए? मिनिमम आमदनी लाइन मतलब कम से कम आमदनी वाली लाइन हम बना देंगे. इतने रुपए की हिंदुस्तान में कम से कम आमदनी होगी. ठीक है? अब जो भी उस लाइन से नीचे है, चाहे वो युवा हो, बुजुर्ग हो, जो भी उस लाइन से नीचे है ना, उसके बैंक अकाउंट में कांग्रेस पार्टी सीधा पैसा डाल देगी. हिंदुस्तान की मिनिमम कम से कम आमदनी लाइन के नीचे हम एक बंदे को नहीं छोड़ेंगे. एक व्यक्ति आपको नहीं मिलेगा जो मिनिमम आमदनी लाइन से नीचे होगा. खत्म कहानी. नीरव मोदी को पैसा दोगे, PM मोदी को पैसा दोगे, नरेंद्र मोदी को पैसा दोगे, ठीक है. हम किसानों को पैसा देंगे, मजदूरों को पैसा देंगे, युवाओं को पैसा देंगे, छोटे दुकानदारों को पैसा देंगे. चलो जो करना है. तो मिनिमम आमदनी की लाइन हमने बना दी है 2019 के बाद. ബീഹാറിലെ ഒരു പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. കിരൺ ബാബു, നമ്മൾ കണ്ടതാണ് എല്ലാ മണ്ഡലങ്ങളും പ്രഖ്യാപിച്ചിട്ടും ഇത്തരത്തിൽ 2 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. നേരത്തെ വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പേര് പലപ്പോഴും കേട്ടിരുന്നുവെങ്കിലും ഒരിക്കലും കോൺഗ്രസിന്റെ കേരളത്തെ നേതൃത്വം പോലും പ്രതീക്ഷിച്ച് കാണുകയില്ല ഇത്തരത്തിലൊരു സമ്മതം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന്. എന്താണ് കോൺഗ്രസ് ബാക്കി വെച്ചൊരു സസ്പെൻസ്? ഈ അവസാന നിമിഷത്തിൽ ഈ അമേഠിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ ശേഷം രാഹുൽ ഇവിടെ മത്സരിക്കുമെന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിയത് ഏത് സാഹചര്യത്തിലാണ്?
നമ്മൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് പ്രധാനമായും മനസ്സിലാവുന്നത് കേരളത്തിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് 3 നേതാക്കളും ആലോചിച്ച് തന്നെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പം ഉമ്മൻചാണ്ടിയും ആലോചിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നത്. എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു അനുകൂലമായ മറുപടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സമ്മതിച്ചേക്കും എന്നൊരു പ്രതീക്ഷയും കേരളത്തിലെ നേതാക്കൾക്ക് സ്വാഭാവികമായും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ അംഗീകരിക്കുന്നെങ്കിൽ വരുന്നെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ UDF-ന്റെ വിജയത്തിന് കൂടുതൽ സഹായകരമാണ്. ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിന് സാധ്യതയുള്ള ഒരു നേതാവ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്. UDF-ന്റെ ആകെ 20 മണ്ഡലങ്ങളിലും UDF-ന്റെ പ്രവർത്തനത്തെ അത് അനുകൂലമായി ബാധിക്കും. കൂടുതൽ വോട്ട് കിട്ടാൻ സഹായിക്കും. വിജയ പ്രതീക്ഷയെല്ലാം വരും. പക്ഷേ ഇങ്ങനെ ഒരു അനുകൂലമായ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കേരളത്തിലെ ഈ 3 പ്രധാന നേതാക്കൾക്കും ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് വയനാട് സീറ്റിനെ ചൊല്ലിയാണ് അവർക്ക് തർക്കം നിലനിന്നത്. വയനാട് സീറ്റിന് വേണ്ടി അവർ നിരന്തരം തർക്കിക്കുകയും അവസാനം ഉമ്മൻചാണ്ടി പരമ്പരാഗതമായി തന്നെ I ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്ന വയനാട് സീറ്റ് I ഗ്രൂപ്പിന് അത്ര മറ്റ് മണ്ഡലങ്ങളെ പോലെ ജില്ലകളെ പോലെയല്ല. വയനാട് മണ്ഡലത്തിൽ I ഗ്രൂപ്പിന് പരമ്പരാഗതമായി തന്നെ വലിയ ആധിപത്യമുള്ള മണ്ഡലമാണ്. ഒരു കാലത്ത് അവിടുത്തെ 4 MLA-മാരും കോൺഗ്രസിലെ I ഗ്രൂപ്പുകാരായിരുന്നു. അത്തരത്തിൽ സ്വാധീനമുള്ളൊരു മണ്ഡലം അവസാനം രമേശ് ചെന്നിത്തല പോലൊരു ടെലിഫോൺ ലൈനിലുണ്ട്. VT ബൽറാം, താങ്കളാണ് ആദ്യം ആവശ്യപ്പെട്ടത് താങ്കളുടെ ഫേസ്ബുക്ക് പേജിലൂടെ രാഹുൽ ഗാന്ധി വരണം കേരളത്തിൽ. ഇപ്പോൾ ആ ആഗ്രഹം സഫലമായിരിക്കുന്നു. അപ്രതീക്ഷിതമായെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ രാഹുൽ ഗാന്ധിയുടെ വരവുകൊണ്ട്? തീർച്ചയായിട്ടും കേരളത്തിൽ 20 സീറ്റിൽ 20ലും UDF വലിയ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിന്റെ കടന്നുവരവോടുകൂടി അത് കൂടുതൽ ശക്തിപ്പെടുകയാണ്. വലിയൊരു മുന്നേറ്റം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ഈ തെക്കേ ഇന്ത്യയിൽ തന്നെ അതുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഞങ്ങൾ മുന്നിൽ കാണുന്നത്. കാരണം ഈ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് തന്നെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും 3ന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് എന്ന നിലയിൽ ഈ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ കടന്നുവരവ് ഒരു വലിയ ആവേശമുണ്ടാക്കും. ഇവിടെയൊക്കെ ഉള്ള UDF-ന്റെയും UPA-യുടെയും വിജയ സാധ്യതയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ തന്റെ രാഷ്ട്രീയ തട്ടകമായി തെരഞ്ഞെടുപ്പ് തട്ടകമായി തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് മുഴുവൻ മലയാളികൾക്കും കേരളത്തിനും തന്നെ വലിയ പ്രതീക്ഷയുള്ള കാര്യമാണ്. ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം ഭാവി ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നിർവഹിക്കാൻ പോകുന്ന റോള് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊക്കെ വലിയ ശുഭപ്രതീക്ഷയുണ്ട്. ആ ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ സർക്കാരിനെ ഭാവിയിൽ നയിക്കാൻ നിയുക്തനായ ഒരു ഭാവി പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ നമ്മൾ മുന്നോട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും കേരളം പോലുള്ള സംസ്ഥാനത്തിൽ എന്തുകൊണ്ട് വയനാട് കോൺഗ്രസിന് ആര് നിന്നാലും ജയിക്കും എന്ന ഉറച്ച പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായ വയനാട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തു? അത് വരും ദിവസങ്ങളിൽ വലിയ ഒരു പ്രചാരണ വിഷയമാകില്ലേ? പ്രത്യേകിച്ചും കുറച്ചുകൂടി കോമ്പറ്റീഷനുള്ള മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച് ആ രീതിയിൽ സംഗതികൾ എത്തിക്കുന്നതിന് പകരം വയനാട് പോലെ ഒരു ഉറച്ച മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അത് BJP ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഇപ്പോൾ തന്നെ ആരോടും ഉന്നയിച്ചു കഴിഞ്ഞു, അമേഠിയിൽ പരാജയ ഭീതിയുണ്ട്, അതുകൊണ്ടാണ് ഉറച്ച സീറ്റായ വയനാട്ടിലേക്ക് എത്തുന്നത് എന്ന രീതിയിലും കാര്യങ്ങൾ വരില്ലേ വരും ദിവസങ്ങളിൽ? ഇല്ല, അമേഠിയിൽ പരാജയ ഭീതി എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു വലിയ തരംഗം ആഞ്ഞു വീശിയപ്പോൾ ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. ആ 2-1 ശ്രീ രാഹുൽ ഗാന്ധി 1 ലക്ഷത്തിലേറെ വോട്ടിന് വിജയിച്ച അമേഠിയാണ്, മറ്റൊന്ന് റായ്ബറേലിയാണ്. അപ്പോ 44 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയ വേളയിൽ പോലും ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിജയിപ്പിച്ച ഒരു മണ്ഡലത്തിൽ ഇത്തവണ അതിൽ പരം എന്ത് പരാജയ ഭീതിയാണ് മുന്നിൽ കാണേണ്ടത് എന്ന് എനിക്ക് അറിയുന്നില്ല. ശ്രീ ബൽറാം, അതിന്റെ ആ ചോദ്യത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി ലോക്സഭയുടെ കീഴിൽ 5 നിയമസഭകളാണുള്ളത്. അമേഠി നിയമസഭ അടക്കം 5 നിയമസഭകൾ. ഇതിൽ 4 ജയിച്ചത് BJP-യാണ്. അമേഠി നിയമസഭ അടക്കം ജയിച്ചത് BJP-യാണ്. ഗരിമ സിംഗാണ് അവിടെ BJP-യിൽ ജയിച്ചത്. അവിടെ മത്സരിച്ച് പരാജയപ്പെടുകയാണ് എല്ലാ സീറ്റിലും. 1 സീറ്റ് സമാജ്വാദി പാർട്ടി കൊണ്ടുപോയി. അവിടെ ബാക്കി 5 സീറ്റിൽ 4 സീറ്റും BJP ജയിച്ചു, ഒരിടത്ത് സമാജ്വാദി പാർട്ടി ജയിച്ചു. രാഹുൽ ഗാന്ധിയുടെ അമേഠിയിൽ പോലും കോൺഗ്രസിന് ജയിക്കാനായില്ല എന്നുള്ള വലിയ ഒരു സാഹചര്യമുണ്ട്. അതും സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ച ശേഷമാണ് ഇതുണ്ടായത്. ഇത് തന്നെയാണ് ആ ചോദ്യത്തിലേക്ക് വഴിവെക്കുന്നത്.
അല്ല, നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം അറിയാത്തത് കൊണ്ടാണ്. ഞാൻ അമേഠിയിലും റായ്ബറേലിലും മുൻപൊരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരു മാസത്തിലേറെ അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. എനിക്കറിയാം, അവിടെ ആ കാലത്തും അങ്ങനെ തന്നെയാണ്. നിയമസഭാ ഇലക്ഷന്റെ പിക്ചറും ലോക്സഭാ ഇലക്ഷന്റെ പിക്ചറും തമ്മിൽ എൻറ്റയർലി ഡിഫറന്റ് ആണ്. ലോക്സഭാ ഇലക്ഷനിൽ കിട്ടുന്ന വോട്ടുകൾ പോകട്ടെ, ആ സീറ്റുകൾ പോകട്ടെ, അതൊന്നും നിയമസഭാ ഇലക്ഷനിൽ ആ കാലത്തും കിട്ടാറില്ല. ആ സമയങ്ങളിലും കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാണ് മത്സരിച്ചത് കോൺഗ്രസ്. അതിന് മുമ്പ് കാലങ്ങളിൽ അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചിട്ട് പോലും അമേഠി എന്ന മണ്ഡലം, നിയമസഭാ മണ്ഡലം പോലും പിടിച്ചു നിർത്താൻ കോൺഗ്രസിനായില്ല. സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടേണ്ടത്, കോൺഗ്രസിന് സ്ഥാനാർത്ഥി പോലും ഒരു വിമത സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ നേതാവ് മത്സരിക്കുകയും ചെയ്തു. ഇതാണ് അമേഠിയുടെ സ്ഥിതി. നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത്, അല്ലെങ്കിൽ ന്യൂസ് 18 ചാനലിന്റെ വേർഷൻ എന്താണ് എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുകയാണ്. എന്താണ് നിങ്ങൾ ന്യൂസ് 18 ചാനലിൽ പ്രത്യേകിച്ച് വേർഷൻ ഒന്നുമില്ല. അമേഠിയിലുണ്ടായ സാഹചര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രം. ബൽറാം തിരിച്ച് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് താങ്കൾ ഇതിൽ നിന്ന് മാറിപ്പോകരുത് പ്ലീസ്. അമേഠിയിലെ സാഹചര്യം പറഞ്ഞാണ്. അവിടെ ന്യൂസ് 18 ചാനലിൽ ഒന്നും ചെയ്യാനില്ല. ന്യൂസ് 18 ചാനൽ അമേഠിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ സാഹചര്യങ്ങൾ പറഞ്ഞു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് 3,70,000-ത്തിലധികം വോട്ടിന് ലീഡ് ഉണ്ടായിരുന്നുവെങ്കിൽ 2014 വന്നപ്പോൾ അത് 1 ലക്ഷമായി കുറഞ്ഞു. ബൽറാം തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണിത്. അത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മാത്രം. അതന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ 80 സീറ്റുള്ള യു പിയില് 78 സീറ്റിലും കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ 2 സീറ്റുകൾ മാത്രമാണ് അവിടെ ജയിച്ചത്. ആ 2 സീറ്റിൽ ഒന്നാണ് അമേഠി. അതിൽ പരം ഒരു വെല്ലുവിളി അവിടെ ഇനി വരാനില്ല. നിയമസഭാ ഇലക്ഷന്റെ പിക്ചർ അക്കാലത്തും വ്യത്യസ്തമായിരുന്നു. അക്കാലത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളല്ല അമേഠിയിലും റായ്ബറേലിയിലും നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാറുള്ളത്. അത് എസ്-പിയുടെയോ ബി-എസ്-പിയുടെയോ പ്രാദേശിക പാർട്ടികളുടെയോ നേതാക്കളാണ് അവിടെ MLA-മാരായിട്ട് കടന്നു വരാറുള്ളത്. 1-2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ജയിക്കാറുള്ളത്. അതെന്തുകൊണ്ടാണ് ബൽറാം അവിടെ ജയസാധ്യത ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി മാറി കൊടുക്കുന്നത്? നിങ്ങൾ എന്താണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. അവിടെ രാഹുൽ ഗാന്ധി പരാജയപ്പെടും എന്നുള്ള ഒരു BJP-യുടെ വേർഷനാണോ നിങ്ങൾ ഇവിടെ ന്യൂസ് 18 ഇവിടെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പക്വതയില്ലായ്മയും നിങ്ങളുടെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പക്വതയുടെ കാര്യത്തിലല്ല ഇവിടെ സംശയം. ഇവിടെ നമ്മൾ ഉന്നയിച്ചത് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. അതായത് 2009 3,70,000 ഭൂരിപക്ഷം, 2014 സ്മൃതി ഇറാനി എത്തിയപ്പോൾ അത് 1,07,000 കുറയുന്നു. ഇത്തവണ അതിനുശേഷം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൈകോർത്ത് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്ന 5 സീറ്റിൽ 5ഉം ഒരു സീറ്റ് പോലും പിടിക്കാനുമായില്ല. ഈ സാഹചര്യം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അവിടെ രാഹുൽ ഗാന്ധി പരാജയപ്പെടണമെന്നോ രാഹുൽ ഗാന്ധി വിജയിക്കണമെന്നോ ഒന്നും ഞങ്ങൾ അവകാശപ്പെടുകയോ പറയുകയോ ചെയ്യുന്നുമില്ല. ഏതായാലും നിങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്ക് അതിനേക്കാൾ കുറച്ചും കൂടി യുക്തിബോധവും യാഥാർത്ഥ്യബോധവും ആ നിയോജകമണ്ഡലത്തെ കുറിച്ചുള്ള രാഷ്ട്രീയ പരിചയം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയുന്നു അത്തരത്തിലുള്ള ഒരു ആപൽസംഖ്യയും അവിടെ ഇല്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി അമേഠിയിൽ ജയിക്കുമെന്ന് മാത്രമല്ല, ഉത്തർപ്രദേശിൽ തന്നെ ഏതാണ്ട് 20-25 സീറ്റിലേക്ക് കോൺഗ്രസ് വിജയ സാധ്യത വർദ്ധിപ്പിച്ചു വരികയാണ്. ആ നിലയിലുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് സമീപകാലത്ത് അവിടെ നടക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന്റെ പിക്ചറാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അതിന് ശേഷം ഉത്തർപ്രദേശ് രാഷ്ട്രീയം എത്രത്തോളം കോൺഗ്രസിന് അനുകൂലമായി മാറിയിട്ടുണ്ട്, ഉത്തരേന്ത്യയിലെ പൊതുരാഷ്ട്രീയം തന്നെ കോൺഗ്രസിന് അനുകൂലമായി എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളത് രാജസ്ഥാന്റെയും ഛത്തീസ്ഗഡിന്റെയും അതുപോലെ തന്നെ മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും ഒക്കെ അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. വസ്തുതകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടും 2014 അടക്കം തിരഞ്ഞെടുപ്പിലെ കൃത്യമായ വോട്ട് വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും 1,80,000 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും VT ബൽറാം പറഞ്ഞു വെക്കുന്നത് അത് BJPയുടെ ലൈനാണ് എന്ന രീതിയിലാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ. വളരെ കൃത്യമായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അവിടെ കോൺഗ്രസിന് യാതൊരു പ്രതീക്ഷയുമില്ല. ആ രീതിയിൽ തന്നെയുള്ള വ്യാഖ്യാനങ്ങൾ വരും ദിവസങ്ങളിലും വരും. പ്രത്യേകിച്ചും BJPയുടെ ഭാഗത്തു നിന്നൊക്കെ അത് ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ VT ബൽറാം പറയുന്നത് പക്വതയില്ലായ്മ. അത് VT ബൽറാമിന്റെ പക്വത ഇല്ലായ്മ. അത് നേരത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രീലാൽ, ഈ പറഞ്ഞതുപോലെ അമിതമായ ആത്മവിശ്വാസമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഉള്ളത്. രാഹുൽ ഗാന്ധി വന്നാൽ എന്തോ വലിയ കാര്യം സംഭവിക്കുമെന്ന രീതിയിൽ അവർ പറഞ്ഞു വെക്കുമ്പോഴും ഈ നമ്മൾ പറഞ്ഞ ഈ ആരോപണം വരും ദിവസങ്ങളിൽ അത് BJPക്ക് ഒരു ആയുധം ഇട്ടുകൊടുക്കുക, ആ രീതിയിൽ ഈ വയനാട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തു, മറ്റ് സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കർണാടക പോലെയുള്ള നേർക്കുനേർ BJPയുമായി ഫൈറ്റ് ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല എന്നതൊക്കെ വലിയൊരു പ്രചരണ വിഷയമായി കടന്നു വരികയല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഈ പറയുന്ന ന്യായം
കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മത്സരിക്കണമെന്നൊരു ആവശ്യം അത് KPCC, അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉന്നയിച്ചു, കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വെച്ചു ഇങ്ങനെ ആവശ്യം, അതോടൊപ്പം തന്നെ തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വെച്ചു. ഇങ്ങനെ ദക്ഷിണേന്ത്യയിലുള്ള ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും PCCകൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തത് കേരളമാണ്. KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു, രാഹുൽ ഗാന്ധി അത് അനുസരിച്ച് അത് സ്വീകരിച്ചു എന്നുള്ളതാണ് KPCC അവകാശപ്പെടുന്നത്. അതേസമയം ഈ കേരളത്തിലെ UDFലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി അല്പം മുമ്പ് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്, ഡൽഹിയിൽ നിന്നും തങ്ങളെ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു ആലോചന ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു എന്നാണ്. അപ്പോൾ KPCC നേതാക്കൾ അങ്ങോട്ട് വെച്ച നിർദ്ദേശമാണെങ്കിൽ അത് ഡൽഹിയിൽ നിന്നും വിളിച്ച് പറയേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നു. ഇനി രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണം, തീർച്ചയായും ഇതിനു മുമ്പും അത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. സോണിയാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. അവരെല്ലാം മത്സരിച്ചത് കുറച്ചുകൂടി പോരാട്ടമുള്ള ഒരു സംസ്ഥാനത്തായിരുന്നു. അതായത് ഇപ്പോൾ കർണാടകത്തിൽ 28 സീറ്റുകളുണ്ട്, കർണാടകത്തിൽ 39 സീറ്റുകളുണ്ട് തമിഴ്നാട്ടിൽ. ഈ രണ്ട് സംസ്ഥാനങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് 20 സീറ്റ് മാത്രമുള്ള കേരളത്തിൽ BJPക്ക് ഇപ്പോഴും വലിയ ജയസാധ്യത അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമായി നിൽക്കുന്ന കേരളത്തിൽ വന്ന് BJPയെ നേരിടാൻ തീരുമാനിക്കുക എന്നുള്ളത് അത് ഒരല്പം വിചിത്രമായി തന്നെയാണ് തോന്നുന്നത്. കർണാടകത്തിൽ കഴിഞ്ഞ തവണ 28-ൽ 10 സീറ്റുകളാണ് ഇപ്പോൾ കോൺഗ്രസിന് കർണാടകത്തിലുള്ളത്. ബാക്കി സീറ്റുകൾ BJPയുടെ കയ്യിലാണ്. അങ്ങനെയെങ്കിൽ BJPയുടെ ഈ കർണാടകത്തിൽ ഇപ്പോൾ ഒരു അനുകൂല സാഹചര്യമുണ്ട്. അവിടെ സംസ്ഥാനം കോൺഗ്രസും സമാജ്വാദി കോൺഗ്രസും JDSും ചേർന്ന് ഭരിക്കുന്ന സാഹചര്യത്തിൽ. അങ്ങനെയെങ്കിൽ കർണാടകത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ആ കർണാടക സംസ്ഥാനം മുഴുവനായും കോൺഗ്രസിന് സ്വീപ്പ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുമായിരുന്നില്ലേ? BJPയെ ഒരു സീറ്റിൽ പോലും ജയിക്കാതെ അല്ലെങ്കിൽ BJPയെ അത്രത്തോളം പ്രതിരോധത്തിലാക്കാൻ കഴിയുമായിരുന്നില്ലേ? ഒരു ചോദ്യം. രണ്ട്, ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത സംസ്ഥാനം, അവിടെ ഒരു സീറ്റ് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ആ ഒരു സീറ്റ് നേടാൻ എന്തായാലും ആകും. അതിലൂടെ അടുത്ത തൊട്ടുമുള്ള മറ്റ് സീറ്റുകളിലേക്കും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു സീറ്റ് ജയിക്കുകയും കോൺഗ്രസിന് മറ്റ് സീറ്റുകൾ ജയിക്കാനായില്ല എങ്കിലും കോൺഗ്രസിന് വേരുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ തമിഴ്നാടിന് കഴിയുമായിരുന്നു. അവിടെയുമല്ല രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചത്, കേരളത്തിലേക്കാണ് വന്നത്. കേരളത്തിൽ വന്ന് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു, ഇടത് പാർട്ടികളെ നേരിടാൻ തീരുമാനിച്ച് കേരളത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നതെങ്കിൽ അവിടെയുമുണ്ട് ഒരു ചെറിയ ചോദ്യം. അങ്ങനെയെങ്കിൽ വടകര പോലൊരു സേഫ് സീറ്റായിരുന്നു രാഹുൽ ഗാന്ധി വയനാട് പോലൊരു സേഫ് സീറ്റിലായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്. വടകരയിൽ വന്ന് എന്തുകൊണ്ട് ഈ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ തയ്യാറായില്ല? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരണം വന്നു കഴിഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന്റെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അമേഠിയിലെ പരാജയ ഭീതി കൊണ്ടാണ്. വയനാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുമുന്നണിക്കാകും. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയത്. KC വേണുഗോപാൽ ഗ്രൂപ്പുകാരെ പ്രീതിപ്പെടുത്താൻ KC വേണുഗോപാൽ നടത്തിയ ഒരു നീക്കമാണിത്. അത്തരത്തിലൊരു ആരോപണമുണ്ട്. നേരത്തെ ഈ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് കോഴിക്കോടൊക്കെ ഒരുപാട് പേർ രാജിവെച്ചിരുന്നു സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥം. അത് ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തമാണ്. ഉമ്മൻചാണ്ടി സമ്മർദ്ദം ചെലുത്തി, അദ്ദേഹം ഒരുപക്ഷെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് പോലും പിന്മാറുമെന്ന രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തി. അത്തരത്തിൽ രമേശ് ചെന്നിത്തല പരാജയമാണ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകാർ രാജിവെച്ച് കാവരാജ് കോൺഗ്രസിൽ ചേർന്ന വാർത്തയൊക്കെ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ആ രീതിയിലാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഗ്രൂപ്പുകാരെ തൃപ്തിപ്പെടുത്താൻ KC വേണുഗോപാൽ നടത്തിയ ഒരു നീക്കമാണ് എന്ന രീതിയിൽ അത് എങ്ങനെ വിലയിരുത്താം? ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ ആരോപണമായി തന്നെയാണ് കാണേണ്ടത്. അതിനപ്പുറത്തേക്ക് സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ പറയുക എളുപ്പമല്ല. പക്ഷേ നമ്മൾ പറഞ്ഞ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ അമേഠിയിലുള്ള ചെറിയ പരാജയ ഭീതിയാണ് എന്നുള്ള ആരോപണം ഉയരും എന്നുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷം ഇവിടെ ഉന്നയിച്ചെങ്കിൽ തീർച്ചയായും സ്മൃതി ഇറാനി, അമേഠിയിലെ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി അടക്കമുള്ള BJP നേതാക്കൾ ഇത് വടക്കേന്ത്യയിൽ സ്വാഭാവികമായി ഉന്നയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. രൺദീപ് സിംഗ് സുർജേവാല മാധ്യമങ്ങളെ കാണുന്നു, കോൺഗ്രസ് വക്താവ്. इमरान खान को पाकिस्तान के नेशनल डे पर लव लेटर लिखा, पर उस लव लेटर में मोदी जी पाकिस्तान प्रायोजित आतंकवाद और पाकिस्तान और ISI द्वारा भेजे जा रहे भारत में आतंकवादियों को रोकने की चर्चा करना भूल गए। मोदी जी, क्या यही आपका राष्ट्र प्रेम है? और इस सारी बात पर पर्दा डालने के लिए फिर मोदी जी ने अपने राष्ट्रीय अध्यक्ष अमित शाह जी को भेज दिया। മോദി ജി और അമിത് ഷാ ജി കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം മോദിയുമായി ബന്ധപ്പെട്ട മറ്റു ചില
ഇന്നലത്തെ ആരോപണങ്ങളുടെ തുടർച്ചയായുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു വരുന്നത്. രാഹുലിന് വേണ്ടി ഉപാധികളില്ലാതെ പിന്മാറുകയാണെന്ന ടി സിദ്ദിഖ്. രാഹുലിന് വേണ്ടി മാറിക്കൊടുക്കാൻ മടിയില്ല. വയനാട്ടിൽ നിന്നും പ്രധാനമന്ത്രി ഉണ്ടായാൽ അത് ജനങ്ങളുടെ ഭാഗ്യമാകും. വയനാട്ടിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. സിദ്ദിഖിന്റെ പ്രതികരണത്തിലേക്ക്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നുവെന്ന പ്രഖ്യാപനത്തോട് പ്രതികരിക്കാൻ ടി സിദ്ദിഖ് നമുക്കൊപ്പം ചേരുകയാണ്. ഒരു പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു. ഈ തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണും? ഏറെ സന്തോഷവും അഭിമാനവുമുള്ള നിമിഷമാണിത്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു മുഹൂർത്തമാണിത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കണമെന്നുള്ള ഡിമാൻഡ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു, വയനാട്ടിൽ നിന്നുണ്ടായിരുന്നു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ആ എല്ലാ സാഹചര്യവും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് BJPയെ താഴെ ഇറക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിൽ ഞങ്ങൾ കടന്നിരിക്കുന്നു. ഏറെ സന്തോഷമാണ്, അഭിമാനമാണ് ഈ തീരുമാനം ഉണ്ടാകുന്നതിൽ. ഞങ്ങൾ അദ്ദേഹത്തിന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കും. ഇന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്ലാൻ ചെയ്തിരുന്നു. ഇനി ആ നടപടിക്രമങ്ങളൊക്കെ ഏത് തരത്തിലായി മുമ്പോട്ട് പോകും? വയനാട് പാർലമെന്റ് കൺവെൻഷൻ അതേപടി തുടരും. അനുബന്ധ പ്രവർത്തനങ്ങൾ അതേപടി തുടരും. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനന്തരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടാവും. ഇടതുപക്ഷത്തിൻ്റെ മത്സരത്തെ എങ്ങനെ നോക്കുകയാണ്? ഇനിയിപ്പം ഇടതുപക്ഷത്തിൻ്റെ മത്സരം ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു വിഷയമല്ല. ടി സിദ്ദിഖ് വയനാട്ടിൽ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് അദ്ദേഹം സന്തോഷത്തോടെ പിന്മാറുകയാണ് എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ ഉള്ള ഒരാൾ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ടി സിദ്ദിഖ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അമേഠിയിലെ പരാജയ ഭീതിയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വയനാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുമുന്നണിക്കാകും. ബാക്കി 19 മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകർ വയനാട്ടിൽ കേന്ദ്രീകരിക്കുന്നത് LDFന് തുണയാകും. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായാണ് രാഹുൽ വയനാട്ടിലെത്തുന്നതെന്നും കോടിയേരി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൊരു വലിയ വികാരമായി അവർ എടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ ഒരാൾ കേരളത്തിൽ മത്സരിക്കാൻ വരുന്നത് വലിയ ഗുണം ചെയ്യും പാർട്ടിക്ക് എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. TJ ശ്രീലാൽ ചേരുന്നു ഒരിക്കൽ കൂടി. ശ്രീലാൽ, ഇത്തരത്തിൽ ഈ മത്സരം അത് കേരളത്തിൽ നമുക്കറിയാം, മത്സരം BJP ഏതായാലും പല മണ്ഡലങ്ങളിലും അത്ര പ്രധാനപ്പെട്ട മത്സരം കോൺഗ്രസുമായി നടത്താൻ സാധ്യതയില്ല. അപ്പോൾ മത്സരം ഉണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലാണ്. CPMും CPI അങ്ങനെ കോൺഗ്രസും തമ്മിലുള്ള മത്സരം മിക്ക സീറ്റുകളിലും നേരിട്ടുള്ള മത്സരം സംഭവിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനത്ത് ഇവിടെ പ്രധാന എതിരാളി CPM ആണെന്നിരിക്കെ കേന്ദ്രത്തിൽ പോയി രാഹുൽ ഗാന്ധി കൈപൊക്കാനിരിക്കുന്ന അവരുമായി മത്സരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ രീതിയിലും BJP പ്രധാന എതിരാളിയായ കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ പോകാതെ ഇത്തരത്തിൽ മത്സരിക്കുന്നതിൻ്റെ ഒരു രീതി, അതിൻ്റെ പ്രചാരണ വിഷയമാക്കാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ ബാധിക്കും ഈ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പത്രിക നൽകേണ്ട സാഹചര്യം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം ജയിച്ച് പോകുന്ന ഒരു കാഴ്ചയാകും നമ്മൾ കാണുക. നേരത്തെ സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷം എത്ര എന്നുള്ളതാകും ഇനി അറിയേണ്ടത്. അത്ര ഒരു സേഫ് സീറ്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നില്ല. അത് കോൺഗ്രസിന് മറ്റ് മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യും, കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ ടെലിഫോൺ ലൈനിലുണ്ട്. K. മുരളീധരൻ, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു വയനാട്ടിൽ. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്ത് ഗുണമാകും കേരളത്തിലെ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ വരവ് കൊണ്ടുണ്ടാവുക? കോൺഗ്രസുകാരനും UDF പ്രവർത്തകനും സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ മറ്റ് 19 നിയോജക മണ്ഡലങ്ങളിലും UDFന്റെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കും. ഞങ്ങൾ ആദ്യം ഇലക്ഷൻ രംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 2020യുടെ സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ആവേശം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം എന്തുകൊണ്ട് വയനാട് തിരഞ്ഞെടുത്തു? വയനാട് പോലൊരു സുരക്ഷിത മണ്ഡലം തേടി രാഹുൽ ഗാന്ധി എന്തുകൊണ്ടെത്തി എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അല്ല, കേരളത്തിലെ എത്ര കാര്യമായിട്ടാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ച് പലപ്പോഴും പരാതി ഉണ്ടാവുന്നത് ഇവിടെ ഒന്ന് ജയിച്ചു പോകുന്നവരാരും കേരളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പരാതിയാണല്ലോ ചിലരൊക്കെ ചില കോണുകളിൽ നിന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശക്തമായിട്ടുള്ള മറുപടി കൂടിയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം. അദ്ദേഹം വിജയിച്ച് ഈ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിന് മൊത്തത്തിൽ
ഒരുപാട് കേന്ദ്ര സഹായം ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, അതുകൊണ്ട് ഈ തീരുമാനം വളരെ ശുഭകരമാണ്. ശരി ശ്രീ കെ മുരളീധരൻ. പക്ഷേ രഞ്ജിത്ത്, ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് ഒരു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അത് കോൺഗ്രസ് അല്ല അധികാരത്തിൽ വരുന്നത് BJP ആണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ അമേഠി കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട ഒരു പ്രതിസന്ധിയാകും വയനാട് നേരിടാൻ പോകുന്നത്. BJP മോദി സർക്കാർ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് അമേഠിയിൽ ചില നടപടികൾ സ്വീകരിച്ചത്. അങ്ങനെ അതുകൊണ്ട് ഫണ്ട് എന്നുള്ളത് അത്ര എളുപ്പം ആകില്ല എന്നുള്ളത് ഒരു സാധ്യത കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. അത് പുറത്തു വന്നിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ. നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ കൃത്യമായും കോൺഗ്രസിന് വലിയ മുന്നേറ്റം, വലിയ മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സാന്നിധ്യം കൊണ്ടുണ്ടാകും എന്ന് പറയുമ്പോഴും മറുവശത്ത് എന്തുകൊണ്ട് വയനാട് തിരഞ്ഞെടുത്തു? അമേഠിയിലെ പരാജയ ഭീതി മൂലമാണോ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത്? സ്മൃതി ഇറാനിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം രാഹുൽ ഗാന്ധി ഇവിടെ എത്തുമെന്ന് പറയുമ്പോൾ അത് സ്മൃതി ഇറാനിയെ ഭയന്നിട്ടാണോ? നമ്മുടെ മുന്നിലുള്ള കണക്കുകളൊക്കെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം പകുതിയിൽ താഴെ കുറയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത സാഹചര്യം. ഈ 5-6 മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസ് ഇല്ലാത്ത സാഹചര്യം അമേഠി ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. BJP വലിയ പ്രചരണ ആയുധമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രാജീവ് ദേവരാജ് കൂടി ചേരുകയാണ് ഈ ചർച്ചയിൽ. രാജീവ്, ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വരുന്നത് വലിയ ആവേശത്തോടുകൂടി കാണുന്നു കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ. അത്ര വലിയ ഒരു ഇമ്പാക്റ്റ് കേരളത്തിൽ ഇതുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാമോ? പ്രത്യേകിച്ചും ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ആദ്യഘട്ടത്തിൽ തന്നെ പ്രചരണം തുടങ്ങിയ ഇടതുപക്ഷത്തെയാണ് അവർ നേരിടുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ, പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും ഇത് വലിയ തോതിൽ കോൺഗ്രസിനെ സഹായിക്കുമെന്ന രീതിയിലുള്ള വലിയ ആത്മവിശ്വാസത്തിന്റെ കാര്യമുണ്ടോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, ഈ കാര്യത്തിൽ ഒരു വിശദമായ ചർച്ച ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 2 തരത്തിലാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ കേരളത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. സ്വാഭാവികമായും വയനാട് അവർക്ക് ഏറ്റവും വളരെ ഒരു ഉറച്ച സീറ്റുകളിൽ ഒന്നാണ്. അതിൻ്റെ ഒരു എഫക്റ്റ്, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നതിൻ്റെ ഇഫക്റ്റ് സ്വാഭാവികമായും അടുത്തുള്ള മണ്ഡലങ്ങളിലേക്കും ഉണ്ടാകും. അതിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് ഒരു ആശങ്കയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെതായി ഇപ്പോൾ വന്ന പ്രതികരണം. അത് വടകരയിൽ, അതുപോലെ തന്നെ കോഴിക്കോട്, അല്ലെങ്കിൽ അടുത്ത മണ്ഡലങ്ങളിലൊക്കെ CPM പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരവും പ്രവർത്തകരുടെ ഇടയിൽ ആവേശവും ഒക്കെ ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം കൂടി നമ്മൾ കാണണം. ഇങ്ങനെ കോൺഗ്രസിന് വലിയൊരു നേട്ടമുണ്ടാകാൻ പോകുന്നു എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ BJP അവരുടെ വോട്ടുകൾ കൃത്യമായി പിടിക്കണം. BJPയുടേത് പലപ്പോഴും ആരോപണം, ഇപ്പോൾ വടകര സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം തന്നെ കോൺഗ്രസും ലീഗും BJPയും തമ്മിൽ ധാരണയുണ്ടാകുന്നു എന്നുള്ളതാണ്. അതല്ല എങ്കിൽ RMPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചില പരിപാടികളിൽ BJPയുടെ കുടുംബങ്ങൾ കൂടി, അല്ലെങ്കിൽ BJP സഹയാത്രികർ കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആരോപണത്തിന്റെ മൊത്തം അടിസ്ഥാനം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു തരത്തിലും ഉള്ള ഒരു സഹകരണവും പാടില്ല. കോൺഗ്രസിനെ തറ പറ്റിക്കണം, കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥിയായാലും അവരെ തോൽപ്പിക്കണം എന്നുള്ള ഒരു വികാരം BJPയുടെ ഭാഗത്തു നിന്നുകൂടി വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ എന്ത് തരത്തിലുള്ള, പ്രത്യേകിച്ച് മലബാറിൽ എന്ത് തരത്തിലുള്ള ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ തെക്കേ ഇന്ത്യയിലേക്കുള്ള വരവ് അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് എന്ത് തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഒരു തെറ്റായ സന്ദേശം നൽകുന്നുവെന്നാണ്. തിരുവരാം സുർജേവാല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നു. That Congress president should contest there. We thank them for their effort as also expression of their love and affection, and Congress president will positively consider it. Kerala unit का हम धन्यवाद करते हैं उनके स्नेह, आशीर्वाद और प्यार के लिए कि उन्होंने ये कहा कि राहुल गांधी जी वहां से चुनाव लड़ें, क्योंकि केरल के लोग बाकी देश के लोगों के साथ साथ राहुल जी से स्नेह करते हैं, परंतु इस पे अभी तक कोई निर्णय नहीं लिया गया. मैं स्पष्ट कर दूं, राहुल जी उनकी बात को उस सम्मान और आदर से जिससे कही गई है उस पर जरूर विचार करेंगे. राहुल जी ने 1 से अधिक बार कहा है अमेठी उनकी कर्म भूमि है और रहेगी. सर, वो कमलनाथ जी ने कहा कि भोपाल से दिग्विजय सिंह को लड़ा रहे हैं हम लोग इलेक्शन, और CEC में बात तय हो गई. Kamalnath ji would know better since he is chief minister and part of CEC.
and I am certain that many people had requested that Shri Digvijay Singh ji should contest there. Party will take a call on this. सर इसको हिंदी में करिएगा। हालांकि कमलनाथ जी ने ऑन रिकॉर्ड कैमरे पे ये कहा कि हम अनाउंस कर सकते हैं कि कमलनाथ जी मध्य प्रदेश के मुख्यमंत्री भी हैं और हमारी सरकार के प्रमुख भी हैं। वो केंद्रीय चुनाव രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ KPCC നേതൃത്വം. രാഹുൽ ഗാന്ധി അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്നു. അത് അന്തിമ തീരുമാനമെടുത്തില്ല. കാരണം തീർച്ചയായും അത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടത്. അത് സുർജേവാല വക്താവ് മാത്രമാണ്, അദ്ദേഹത്തിന് അത് പറയാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് പറയുമ്പോൾ പരിഗണിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിഗണിക്കില്ല എന്ന് പറയാതിരിക്കുന്നിടത്തോളം അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രയോഗത്തിലെടുക്കേണ്ടത്. അത്തരത്തിലാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം. ഇതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷേ ഇക്കാര്യം പറഞ്ഞേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും കോൺഗ്രസ് വക്താവിന്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർവ്വം പരിഗണിക്കും, ഒരു സ്ഥിരീകരണം ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് നേതൃത്വം പാണക്കാട് തങ്ങളോട് അഭിപ്രായം ചോദിച്ചുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സന്തോഷത്തോടെ സമ്മതിച്ചുവെന്നും അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും എതിരഭിപ്രായം ഉണ്ട്? എല്ലാവർക്കും വളരെ സന്തോഷമല്ലേ? ഡൽഹിയിൽ നിന്ന് ഒരു ഫോൺ തങ്ങൾക്ക് വന്നിരുന്നു, അഭിപ്രായം തങ്ങളോട് ചോദിച്ചിരുന്നു. താങ്കൾ അതിനെ സംബന്ധിച്ച് സ്വാഗതം പറയുകയും ചെയ്തിരുന്നു. ലീഗിന്റെ അഭിപ്രായം നല്ല കാര്യം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാ സന്തോഷം കുറവുണ്ടാകും? നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നുണ്ട്. മണ്ഡലത്തിൽ മുഴുവൻ ഒരു വളരെ ഏകപക്ഷീയമായ ട്രെൻഡാണ്. പ്രോ UDF, പ്രോ UPA ട്രെൻഡാണ് മണ്ഡലത്തിൽ. രാജീവ്, ഇത്തരത്തിൽ ഈ വയനാടും വടകരയും അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഏതാണ് തീരുമാനിച്ചുവെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഈ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഈ ഒരു സർപ്രൈസിനായി കാത്തിരിക്കുകയായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ലഭിച്ചില്ല എന്ന് വേണ്ടേ കരുതാൻ? ഈ ഘട്ടത്തിൽ വളരെ പെട്ടെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. അതിന് കൂടെ ഒരു കാര്യം കൂടി അതിനെ കൂടെ ചെന്ന് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത് ഡൽഹിയിൽ നിന്നും വിളി വന്നുവെന്നാണ്. KPCC എന്നോ അല്ലെങ്കിൽ അത്ര ആലോചന ഉണ്ടായിരുന്നില്ല, ഡൽഹിയിൽ നിന്നും വിളി വന്നതാണ്. രഞ്ജിത്ത്, ഈ കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതാക്കൾ ഒരു രീതിയിലും സംസ്ഥാന നേതാക്കൾ മറ്റൊരു രീതിയിലുമായിരുന്നു ഈ കാര്യങ്ങളിൽ ചിന്ത, അവരുടെ അല്ലെങ്കിൽ പ്രവർത്തനം, അവരുടെ ആലോചന ഒക്കെ പോയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ 4 സീറ്റുകളാണ് ആദ്യം ഒഴിച്ചിട്ടിരുന്നത്. ഒന്ന് ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ആലപ്പുഴ, വടകര, വയനാട്. പിന്നീട് ആറ്റിങ്ങലും ആലപ്പുഴയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. എന്നിട്ടും വടകരയും അതുപോലെ തന്നെ വയനാട്ടിലെയും കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. ഇവിടെ രണ്ടിടത്തും പക്ഷേ KPCCയുടെ ഭാഗത്ത് നിന്ന് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ KPCC പ്രസിഡന്റും ഒക്കെ സംസാരിച്ചു. ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതിൽ AICC നേതാക്കൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വയനാടിന്റെ കാര്യത്തിൽ ഈ തരത്തിലുള്ള ചിന്ത, രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്കും AICC നേതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള വാർത്തകൾ വരുന്നതും അല്ലെങ്കിൽ ഇതൊരു സംശയം ഉണ്ടാകുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ AICC നേരത്തെ തന്നെ ഇങ്ങനൊരു ആലോചന നടത്തിയിരുന്നു എന്ന് വേണം കൃത്യമായി മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വയനാട്ടിലെയും അതിനോടൊപ്പം വടകരയും, ഇല്ലെങ്കിൽ വടകരയുടെ കാര്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് ഒരു തടസ്സമുണ്ടായിരുന്നില്ല. ഇത്തരമൊരു തന്ത്രത്തിന്റെ ഭാഗമായി അവർ ഈ ഒരു 2 സീറ്റിലെ പ്രഖ്യാപനം ഒഴിച്ചിടുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതൊന്നും അറിയാതെ, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഇതിനുവേണ്ടി കടിപിടി കൂടുകയും വയനാട്ടിൽ ആര് മത്സരിക്കണമെന്ന തർക്കമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയും ഏറ്റവും അവസാനം പിടിച്ച പിടിയാലെ A ഗ്രൂപ്പ് സിദ്ദിഖിന് വേണ്ടി വയനാട് സീറ്റ് വാങ്ങിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അതേ KPCC നേതാക്കൾ തന്നെയാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇത് AICCയുടെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണ്. സുരക്ഷിതമായ ഒരു മണ്ഡലം എന്ന രീതിയിൽ വയനാട്ടിൽ മത്സരിക്കുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം കോടിയേരി ബാലകൃഷ്ണൻ അല്പം മുമ്പ് പറഞ്ഞും കഴിഞ്ഞു. ഐ ഗ്രൂപ്പ് നേതാക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടി KC വേണുഗോപാൽ കളിച്ച ഒരു കളിയാണ് ഇത്.
നമുക്കറിയാം രാവിലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താണ്. കാമരാജ് കോൺഗ്രസിലേക്കൊക്കെ ചില കോൺഗ്രസ് ഭാരവാഹികളൊക്കെ പോയി. ഈ ഐ ഗ്രൂപ്പിന് രമേശ് ചെന്നിത്തലയ്ക്ക് അതിനുള്ള കഴിവില്ല, ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ പരാജയപ്പെടുന്ന സാഹചര്യം രമേശ് ചെന്നിത്തല ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത്. വരും ദിവസങ്ങളിൽ CPM അടക്കം ഇടതുപക്ഷം അടക്കം പ്രചാരണ വിഷയമായി കൊണ്ടുപോകാൻ പോകുന്നതും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഇവിടെ KC വേണുഗോപാലിന് എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ ഈ ഐ ഗ്രൂപ്പിനെ വെട്ടാൻ വേണ്ടിയോ ഒന്നും ആയിരിക്കില്ല. രാഹുൽ ഗാന്ധിക്ക് ഒരു സേഫ് സീറ്റ് എന്ന ആലോചന വന്നപ്പോൾ KC വേണുഗോപാലിനാണ് ഏറ്റവും നന്നായി അറിയാവുന്നത്. വയനാടാണ് ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്നുള്ളത് അറിയാവുന്നത് KC വേണുഗോപാലിന് തന്നെയാണ്. അല്ല, രാഹുൽ ഗാന്ധിക്ക് ഒരു പക്ഷേ വയനാട് മണ്ഡലത്തെക്കുറിച്ച് ഇത്ര കൃത്യമായ ഒരു അറിവുണ്ടാകണമെന്നില്ല. KC വേണുഗോപാൽ തന്നെയാകണം വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതും. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മാറി വയനാട്ടിൽ മത്സരിക്കും എന്നൊരു പ്രചാരണം ഇടയ്ക്കുണ്ടായിരുന്നു. അത് ഒടുവിൽ KC വേണുഗോപാൽ ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ വരെയും വയനാട്ടിലേക്ക് KC വേണുഗോപാൽ എത്തിയേക്കും എന്നുള്ള സൂചനകളും എല്ലാ ചർച്ചകളും ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ അപ്പോൾ ഒരു പക്ഷേ ഇത് മനസ്സിൽ കണ്ടിട്ടുണ്ടാകണം. അങ്ങനെയാകണം KC വേണുഗോപാൽ വയനാട്ടിൽ നിന്നും തന്നെ പിൻവാങ്ങിയത്. ഇത് ഇന്ന് ഉണ്ടായ ഒരു ആലോചനയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ആലോചനയോ അല്ല. വളരെ നേരത്തെ തന്നെ ഇത്തരം ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടെന്നൊരു സംശയമില്ല. ഒരു ചടങ്ങിനെന്ന നിലയ്ക്ക് നേരത്തെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ACC പ്രസിഡന്റിനോട് അവരുടെ സംസ്ഥാനത്തിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അത് സാധാരണ ഉണ്ടാകാറുള്ള അഭ്യർത്ഥനയാണ്. ആ അഭ്യർത്ഥന നടത്തുമ്പോഴും ഇങ്ങനെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷ കേരളത്തിലെ നേതാക്കൾക്കുണ്ടായിരുന്നു എന്ന് അവർക്ക് അറിയാമായിരുന്നു എന്ന് ഞാൻ കരുതുന്നുമില്ല. എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാലിന് ഇക്കാര്യത്തിൽ നല്ല അറിവുണ്ട്. അതുപോലെ തന്നെ കോടിയേരി അവർ പ്രസ്താവനയിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം വയനാട്ടിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. വയനാട്ടിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ ജയിക്കാൻ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന്. അത് ജയത്തിൻ്റെ കാര്യം എളുപ്പമാകില്ല എങ്കിലും അതിൽ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാട്ടിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രവർത്തകരും നേതാക്കളുമെല്ലാം വയനാട്ടിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകുമെന്നായിരുന്നു സംശയമില്ല. നമ്മുടെ കോൺഗ്രസിൻ്റെ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണത്തിന് പോലും ഒരു പക്ഷേ നേതാക്കളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യം സത്യം തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അമേഠിയിലെ പരാജയ ഭീതിയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അല്പം മുമ്പ് പറഞ്ഞു. വയനാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുമുന്നണിക്കാകും. ബാക്കി 19 മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകർ വയനാട്ടിൽ കേന്ദ്രീകരിക്കുന്നത് LDFന് തുണയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി അമേത്തി വിട്ട് വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ തോൽവി സമ്മതിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഇത് A ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു തിരിച്ചടിയാണ്. അവരുടെ ആത്മവിശ്വാസം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നതാണ് അമേത്തിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ഈ സ്ഥാനാർത്ഥിത്വം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വയനാട്ടിൽ ശക്തമായ മത്സരം ഇടതുപക്ഷ മുന്നണിക്ക് നടത്താൻ സാധിക്കും. ഇടതുപക്ഷ മുന്നണി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഭയപ്പെടുന്നില്ല. 19 മണ്ഡലത്തിലുള്ള കോൺഗ്രസ്സുകാരും വയനാട്ടിലേക്ക് വരും. മറ്റ് മണ്ഡലം ഞങ്ങൾ കൊഴിഞ്ഞു കിട്ടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. 2 മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഒന്ന് അമേത്തിയും വയനാട്ടിലും. ഈ 2 സ്ഥലത്തും ജയിച്ചാൽ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം രാജിവെക്കും. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണമാണ് കണ്ടത്. ഇപ്പോൾ ശ്രീ KVS ഹരിദാസും ടെലിഫോൺ ലൈനുണ്ട്. KVS ഹരിദാസ്, കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിലെ 20 മണ്ഡലങ്ങളും തൂത്തുവാരാൻ സഹായിക്കും. വലിയ തോതിലുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് തുടക്കത്തിൽ ഒന്ന് പുറകോട്ട് പോയിരുന്ന കോൺഗ്രസിന് വലിയ ഊർജ്ജം സംഭവിക്കുമെന്ന രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? ഞാൻ വേറെ തരത്തിലാണ് അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ മത്സരിക്കാൻ സുരക്ഷിതമായ ഒരു മണ്ഡലം തേടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അമേഠിയിൽ ഇത്തവണ പച്ച തൊടില്ല എന്ന് ഏറെക്കുറെ ബോധ്യമുണ്ട് എന്നതാണ് UPയിൽ നിന്നുള്ള സൂചനകൾ. BSPയും സമാജ്വാദി പാർട്ടിയും ഒക്കെ കോൺഗ്രസിനെ മുന്നണിയിൽ ചേർക്കാതെ മാറ്റി നിർത്തിയപ്പോൾ തന്നെ അത് വ്യക്തമായിരുന്നു. അവർ ഭരിക്കുന്ന മധ്യപ്രദേശോ രാജസ്ഥാനോ ഛത്തീസ്ഗഡോ കർണാടകമോ ഈ 4 സംസ്ഥാനങ്ങളിലും അടുത്തിടെ വന്ന പ്രീ പോൾ സർവേസ് കാണിക്കുന്നത് കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമല്ല എന്നത് തന്നെയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസിന് കണ്ടെത്താവുന്ന മണ്ഡലം കേരളത്തിലാണ്. അതിന് കാരണം എന്താ? ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികള് ഏത് കാലത്തും കോൺഗ്രസിനെ സഹായിക്കാൻ തയ്യാറാകും എന്നുള്ള ഉറപ്പ് തന്നെയാണത്. ഡൽഹിയിൽ നമുക്കറിയാം, യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ഒക്കെ ബംഗാളില് സഖ്യത്തിന് വേണ്ടി 2 കൂട്ടരും നടത്തിയ ശ്രമങ്ങളും ഒക്കെ കണ്ടതാണ്. അപ്പൊ കേരളത്തിൽ ഇത്രയും സുരക്ഷിതമായ, കാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം ഉണ്ടാവാത്ത ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ, ഒരു മണ്ഡലം എന്ന നിലയിലാണ് കേരളവും വയനാടും ഒക്കെ മുന്നിട്ട് വന്നിട്ടുള്ളത്.
അതുകൊണ്ട് സുരക്ഷിതമായ മണ്ഡലമാണ്. CPI ആണ് അവിടെ മത്സരിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല CPI നിർത്തിയിട്ടുള്ളതും. തീർച്ചയാണ് BDJSന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ NDAയിൽ BDJSനാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ BJPയേക്കാൾ ഉപരി ഈ കേരളത്തിലെ പ്രതിപക്ഷ സഖ്യം എന്ന നിലയിൽ, കോൺഗ്രസ് വിരുദ്ധ സഖ്യം എന്ന നിലയിൽ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടി വരിക CPMനാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്കാണ്. അവര് ഈ സാഹചര്യത്തിൽ അനുകൂലമായ നിലപാട് എടുക്കും എന്നുള്ള. നന്ദി ശ്രീ KV സരിദാസ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പാണക്കാട് ശിഹാബ് തങ്ങളും